എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ പെരുന്നാൾ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ ആണ്. ഈ ഒരു ചെമ്മീൻ ഫ്രൈ ആണെങ്കിലോ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. എങ്കിലോ ഇതിന്റെ രുചിയാവട്ടെ അപാരമാണ്. ചെമ്മീൻ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്കും വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കണം എന്ന ആഗ്രഹമുള്ള കൂട്ടുകാർക്കും ഈ ഒരു പാചക രീതിയും നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. ചെമ്മീൻ വലുതായത് കൊണ്ടിട്ട് ഇതിന്റെ തലഭാഗം കൂടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെമ്മീൻ വിഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല സ്വാദ് കിട്ടുന്നതിനായിട്ട് ഇതിന്റെ തല കൂടി വെച്ചിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ടും. അതുപോലെ ചെമ്മീൻ്റെ ഉള്ളിലെ കുടലുകൂടെ വലിച്ചു കളഞ്ഞിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ചെമ്മീനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു മൺചട്ടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മൺചട്ടിയിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം. കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് എരിവ് ചേർക്കുന്നത്. എരിവിനായിട്ട് മുളക് പൊടി എടുക്കുമ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത്. കൂടെ തന്നെ 1/2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് പെരിഞ്ജീരകം ചതച്ചത് ചേർക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ചതച്ച കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി കുഴച്ചെടുക്കുന്നതിനായിട്ട് നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തുകൂടെ എടുക്കണം. വെളിച്ചെണ്ണയും കൂട്ടി യോജിപ്പിച്ചൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മസാലയും ചെമ്മീനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന മസാലകൾക്കൊക്കെ നല്ല ടേസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പികൾക്ക് നല്ല സ്വാദം കിട്ടുന്നതിനായിട്ട് മസാലകൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർക്കാതെ എണ്ണ ഉപയോഗിച്ച് കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എണ്ണയുടെ അളവ് വളരെ തന്നെ കുറച്ചെടുത്താൽ മതിയാകും. അങ്ങനെ ചെമ്മീനെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഈ ചെമ്മീനെ പുറത്ത് തന്നെയാണ് വെക്കുന്നത്, ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. 15 മിനിറ്റിന് ശേഷം ചെമ്മീൻ്റെ മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ചെമ്മീനിലേക്ക് മസാലകൾ മുഴുവനും തന്നെ പിടിച്ചിരിക്കുന്ന ഒരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. നമ്മളിന്ന് ഈ ഒരു ചെമ്മീനിലേക്ക് ഒരു തുള്ളി പോലും കൊച്ചുള്ളിയോ സവാളയോ ചേർക്കുന്നില്ല. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയുടെ കൂടെ തന്നെ നമ്മുടെ ചെമ്മീന് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് 3 കഷ്ണം നാളികേര കൊത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ചെമ്മീന് നാളികേരം കൂടി ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദായിരിക്കും കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ നാളികേരം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചുകൂടെ എടുക്കാം. നാളികേരത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതുമാണ്. നാളികേരം എണ്ണയിൽ നിന്നും കോരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേ പാനിലേക്ക് തന്നെയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടതും. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ചെമ്മീൻ പൊരിച്ചെടുക്കാനായിട്ട് അധികം എണ്ണയുടെയൊന്നും ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ചെമ്മീൻ കുഴച്ച് വെച്ചപ്പോൾ എണ്ണ ചേർത്തിട്ടാണ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നതും. ഈ ഒരു ചെമ്മീൻ പൊരിച്ചെടുക്കാനായിട്ട് അധികം കുക്കിംഗ് ടൈമൊന്നും നമുക്ക് ആവശ്യമായിട്ടും വരുന്നില്ല. അങ്ങനെ മുഴുവൻ ചെമ്മീനും ഞാനിപ്പോൾ പാനിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ മുരിഞ്ഞു കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നിരത്തി കൊടുക്കാം. ഒന്നിലൊന്നും മുട്ടാത്ത രീതിയിൽ ഞാനിവിടെ എല്ലാം ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനിൽ നിന്നും ധാരാളം വെള്ളം എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 മുറി നാരങ്ങാ നീര് കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങാ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്തും ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെമ്മീൻ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വന്നപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും നമ്മുടെ ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ താഴെ ഭാഗം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതിനെ ഒന്നുകൂടെ മുരിയിച്ചെടുക്കണം. 2 ഭാഗവും ഒന്ന്
ഒന്ന് ചെറുതായി മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള നാളികേരം കൊത്തും കൂടെ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചെടുക്കണം. കൂടെ തന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇനി നമുക്ക് ഈ ചെമ്മീനിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ചേരുവകൾ കൂടെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുക. നേരത്തെ തന്നെ നമ്മൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെടാൻ വളരെ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ മുരിഞ്ഞു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. നമുക്ക് ചെറിയ തീയിൽ വെച്ച് തന്നെയാണ് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് മുരിയിച്ചെടുക്കേണ്ടതും. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 15 മിനിറ്റിൽ ഞാൻ ഒരു 2 മിനിറ്റ് മാത്രമാണ് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കല്ലേ കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.